എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മെഴുക്കുവരട്ടിയാണ്. മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായി ഞാൻ എടുത്തത് 400 ഗ്രാം ചക്കക്കുരുവാണ്. ഇത് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി 4ആയി നീളത്തിൽ മുറിച്ചെടുക്കുക. ആദ്യം നമുക്ക് ചക്കക്കുരു വേവിക്കാം. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിൽ കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇടുക. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ട് വേകാൻ ആവശ്യമായ ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഗ്യാസ് ഓൺ ചെയ്ത് നന്നായിട്ട് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. കൂടുതൽ വേവിച്ചാൽ ചക്കക്കുരു വെന്തു കുഴഞ്ഞു പോകും. കുക്കർ നന്നായിട്ട് തണുക്കുമ്പോൾ തുറന്ന് ചക്കക്കുരു വെന്തോ എന്ന് നോക്കുക. ഇനി ചക്കക്കുരു ഫ്രൈ ചെയ്യാൻ ഒരു പാൻ ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തിട്ട് മൂപ്പിക്കുക. തേങ്ങാക്കൊത്ത് മൂത്ത് കഴിയുമ്പോൾ 4 വെളുത്തുള്ളി അല്ലി നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് അല്പം കൂടി മൂപ്പിക്കുക. അതിലേക്ക് 25 ചെറിയുള്ളി 4ആയി കീറിയതും അല്പം കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി. ഉള്ളി വഴണ്ട് കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതും കൂടിയിട്ട് 1 മിനിറ്റ് മൂപ്പിക്കുക. പിന്നെ ചക്കക്കുരു വേവിച്ചത് വെള്ളമില്ലാതെ ചേർത്ത് 10 മിനിറ്റ് ഫ്രൈ ചെയ്യുക. ഏകദേശം ഫ്രൈ ആകുമ്പോൾ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി വിതറി ഒന്നുകൂടി ഫ്രൈ ചെയ്യുക. നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.